ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വയറ്റിനുള്ളിലുള്ള ബാക്ടീരിയനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പൊതുവെ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ല കൺസെപ്റ്റ് ഒന്നും അല്ല ഉള്ളത് അല്ലേ. പക്ഷേ നമ്മുടെ വയറ്റിനുള്ളിലുള്ള ബാക്ടീരിയകൾ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയകളാണ്. ഈ ഒരു കൂട്ടം ബാക്ടീരിയകൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ കെയുടെ സിന്തസിസ്, പിന്നീട് നമ്മുടെ ശരീരത്തിലെ ദഹനം നല്ല രീതിയിൽ നടക്കാനും വയറ്റിനുള്ളിലെ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യാനും നമ്മുടെ വയറ്റിലുള്ള നെർവ്സിൻ്റെയൊക്കെ ഫംഗ്ഷനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനുമൊക്കെ ഈ ഒരു ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നതിലൂടെ ഇത് ബ്രെയിനുമായിട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹെൽത്തിനെ വളരെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. അതായത് നമുക്ക് ഉറക്കമില്ലെങ്കിലും, വളരെയധികം സ്ട്രെസ്ഡ് ആണെങ്കിലും, നമ്മൾ ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ ജങ്ക് ഫുഡൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഈ ഒരു ബാക്ടീരിയകൾക്ക് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതുമൂലം പലതരത്തിലുള്ള അലർജികൾ, അതായത് തുമ്മൽ, സ്കിൻ ചൊറിച്ചിൽ, സ്കിന്നിൻ്റെ ഡ്രൈനെസ്, പോരാത്തതിന് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം തുടങ്ങി ഓട്ടിസവും ക്യാൻസറും ഒക്കെ ഇത് കാരണം ഉണ്ടാവാമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഫുഡ് തന്നെയാണ്. അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പുളിപ്പിച്ച ആഹാര പദാർത്ഥങ്ങളായ തൈര്, മോര്, അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി, പിന്നീട് പഴങ്കഞ്ഞി, ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ഒരു ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആഹാര പദാർത്ഥങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് പലതരത്തിലുള്ള അലർജികളും പലതരത്തിലുള്ള അസുഖങ്ങളും ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പലരും ചോദിക്കുന്ന മറ്റൊരു ഡൗട്ടാണ് സ്ഥിരമായിട്ട് അലർജി ഉള്ളവർക്ക്, അതായത് തുമ്മൽ, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പനി വരുന്നവർക്കൊക്കെ ഈ ഒരു തൈര് യൂസ് ചെയ്യാമോ എന്നുള്ള കാര്യം. അധികം പുളിയില്ലാത്തതും അധികമായിട്ട് തണുപ്പില്ലാത്തതും ഫ്രിഡ്ജിൽ നിന്നുള്ളതല്ലാതെ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള തൈര് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ തന്നെയും നമുക്ക് ധാരാളമായിട്ട് ഈ പറയുന്ന മോരും തൈരും ഒക്കെ കൊടുക്കാവുന്നതാണ്.